ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയുടെ കസേരയിലിരിക്കുമ്പോഴും പ്രായവും ആരോഗ്യവും ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ചോദ്യചിഹ്നങ്ങളാവുകയാണ്. അടുത്തിടെ പുറത്തുവന്ന ചില ദൃശ്യങ്ങളും വെളിപ്പെടുത്തലുകളും 79കാരനായ ട്രംപിന്റെ ശാരീരിക ക്ഷമതയെക്കുറിച്ച് വലിയ രീതിയിലുള്ള സംവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മാർച്ച് 21-ന് ഫ്ലോറിഡയിലെത്തിയ ട്രംപ് വിമാനത്തിന്റെ പടികൾ ഇറങ്ങുന്ന വീഡിയോ നിലവിലെ ചർച്ചകളെയൊക്കെ തുറന്നുവിടുന്നു. പടികൾ ഇറങ്ങുമ്പോൾ അദ്ദേഹം കാണിച്ച അമിതമായ ജാഗ്രതയും ഇടയ്ക്ക് നിൽക്കുന്നതുമൊക്കെ കണ്ട് പലരും അദ്ദേഹത്തെ ശാരീരികമായി ക്ഷീണിതനാണെന്ന് വിലയിരുത്തുന്നു. മുൻപ് ജോ ബൈഡൻ നേരിട്ട അതേ വാർദ്ധക്യ സഹജമായ വിമർശനങ്ങൾ ഇപ്പോൾ ട്രംപിന് നേരെയും തിരിയുകയാണ്. ഈ ദൃശ്യങ്ങൾ ഓൺലൈനിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾക്ക് കാരണമായി. ട്രംപ് ശരിക്കും പ്രായമായവനായി ക്ഷീണിതനായും കാണപ്പെടുന്നു. അദ്ദേഹത്തിന് എയർഫോഴ്സ് വണ്ണിന്റെ പടികൾ ഇറങ്ങാൻ പോലും കഷ്ടപ്പെടേണ്ടി വരുന്നു എന്നുള്ള രീതിയിലാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നിരവധി ആളുകൾ കുറിക്കുന്നത്. ഇത്തരം ചലനങ്ങൾ സ്വാഭാവികമാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും ഊഹാപോഹങ്ങൾ പ്രചരിക്കാൻ ഈ ദൃശ്യങ്ങൾ എന്തായാലും കാരണമായി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പരിപാടിയിൽ അദ്ദേഹം കസേരയിലിരിക്കാൻ ബുദ്ധിമുട്ടുന്ന ട്രംപിന്റെ മറ്റൊരു വീഡിയോയും പുറത്തു വന്നിരുന്നു. മേശയുടെ ഇരുവശങ്ങളിലും ഒക്കെ പിടിച്ച് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ മുഖത്ത് വന്നതുമൊക്കെ നേരത്തെ ചർച്ചയിലും വന്നിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം മേശയുടെ ഇരുവശങ്ങളിലും കൈകൾ കൊണ്ട് അമർത്തിപ്പിടിച്ച് കസേരയിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നതും ആ സമയത്ത് വലിയ ബുദ്ധിമുട്ട് അദ്ദേഹം നേരിടുന്നതും കാണാം. വളരെ കുറച്ച് മാത്രം നിമിഷങ്ങൾ ദൈർഘ്യമുള്ള ഈ വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു. പിന്നാലെ അദ്ദേഹത്തിന് കണങ്കാലിൽ നീർവീക്കം, തൊലിയിൽ നിറവ്യത്യാസങ്ങൾ എന്നിവയുണ്ടെന്നുമൊക്കെ ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യവും മുൻപും ഉണ്ടായിരുന്നു. എന്നാൽ ട്രംപിന്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകളൊന്നും ഇതുവരെയും US ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ട്രംപിന്റെ ശാരീരിക രൂപത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ചർച്ചകളൊക്കെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കണങ്കാലിൽ വലിയ നീർവീക്കമുണ്ടെന്നും ചർമ്മത്തിലെ നിറവ്യത്യാസങ്ങളുണ്ടെന്നും ദൃശ്യമായ ലക്ഷണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നിരവധി ആളുകൾ അദ്ദേഹത്തിന് എന്തോ വലിയ ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന രീതിയിലുള്ള ചർച്ചകൾ വന്നിരുന്നു. പൊതുവേദിയിൽ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ പലപ്പോഴും ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഒക്കെ കാരണമാകാറുണ്ട്. മാത്രമല്ല അദ്ദേഹം യൂറിൻ ബാഗ് ഇട്ടുകൊണ്ടാണ് നടക്കാറുള്ളതെന്നും അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളുണ്ട് എന്നും അദ്ദേഹം ഒരു ബോഡി ഡബിളിനെ വെച്ചുകൊണ്ടാണ് നടക്കമുള്ള വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ മുൻപ് വന്നിട്ടുണ്ട്. എന്തായാലും മുൻ വൈറ്റ് ഹൗസ് ഡോക്ടർ റോണി ജാക്സന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് ട്രംപ് എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആരാണ് ഏറ്റവും ആരോഗ്യവാനായ പ്രസിഡന്റ് എന്ന് അവർ ചോദിച്ചപ്പോൾ അത് ട്രംപ് ആണെന്നും അദ്ദേഹത്തിന് അടുത്തെങ്ങും ആരുമില്ല എന്നുമാണ്, അദ്ദേഹത്തിന്റെ അടുത്തെത്താൻ ആർക്കും സാധിക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് ട്രംപ് അടുത്തൊരു ചടങ്ങിൽ പറഞ്ഞിരുന്നു. ഒരു ചടങ്ങിന് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ ട്രംപ് പ്രയാസപ്പെടുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവനകൾ അദ്ദേഹം ഇറക്കുന്നത്. ആരോഗ്യത്തെക്കുറിച്ച് ഇത്രയും അധികം ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ ഔദ്യോഗിക പരിപാടികൾ മാറ്റമൊന്നുമില്ല. അദ്ദേഹം വാരാന്ത്യം ഫ്ലോറിഡയിൽ ചെലവഴിച്ചു. ശേഷം ടെന്നസിയിലേക്കും തുടർന്ന് വാഷിംഗ്ടണിലേക്കും മടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തന്റെ 2ാം ഡേ പൂർത്തിയാകുന്നതോടെ അമേരിക്കയിൽ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആകാൻ പോവുകയാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ആരോഗ്യനില വഷളായിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ മുൻപും പുറത്തു വന്നിട്ടുണ്ട്. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ അസ്പിരിൻ ട്രംപ് കഴിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. രക്തം നേർത്തതാകാൻ അസ്പിരിൻ നല്ലതാണെന്ന് ഡോക്ടർമാർ പറയുന്നതെന്നും തന്റെ ഹൃദയത്തിലൂടെ കട്ടിയുള്ള രക്തം ഒഴുകുന്നത് ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ് തന്നെ മുൻപ് പറഞ്ഞതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ കയ്യിൽ കാണപ്പെടുന്ന ഒരു ചതവ് പോലൊരു കാര്യങ്ങളൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടിയെന്നു. അന്ന് അദ്ദേഹം മേക്കപ്പ് ഇട്ട് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതും ചതവുകളൊക്കെ ഈ അമിതമായ അസ്പിരിൻ കഴിക്കുന്നതിന്റെ പാർശ്വഫലമായിട്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വിശദീകരിക്കുന്നത് പ്രസിഡന്റ് പതിവായി ആളുകൾക്ക് ഹസ്തദാനം നൽകുന്നതിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ്. മാത്രമല്ല ട്രംപിന്റെ കേൾവിശക്തി കുറയുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. കാര്യം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ ഉറക്കെ സംസാരിക്കണം. കാരണം അദ്ദേഹം പതുക്കെ പറഞ്ഞ അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. കൂടാതെ വൈറ്റ് ഹൗസ് പരിപാടികളിൽ പ്രസിഡന്റ് കണ്ണു തുറന്നിരിക്കാൻ പാടുപെടുന്നതും കാണാം. കഴിഞ്ഞ ജനുവരിയിൽ പ്രസിഡന്റ് സ്ഥാനം അവസാനിച്ചപ്പോൾ ജോ ബൈഡന് പ്രായം 82 വയസ്സായിരുന്നു. എന്നാൽ 2029 ജനുവരി വരെ ട്രംപ് സേവനം അനുഷ്ഠിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രായം 82 വയസ്സും 7 മാസവുമായിരിക്കും. 4 വർഷത്തെ ഭരണകാലത്ത് ബൈഡന്റെ ആരോഗ്യത്തെക്കുറിച്ചും മാനസിക ശേഷി കുറഞ്ഞതിനെക്കുറിച്ചുമൊക്കെ നിരവധി വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ട്രംപ് തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട്. ആ ട്രംപ് അതേ കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് എന്തായാലും അദ്ദേഹത്തിന്റെ പദവി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ജോ ബൈഡനേക്കാൾ കൂടുതൽ പ്രായത്തിലായിരിക്കും അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ഇറങ്ങുക. എന്തായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യനില 79 വയസ്സുള്ള ഒരാൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ ശാരീരിക അവശതകളിൽ തന്നെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്ന മറ്റൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഭരിക്കുന്നത് ആര്, ഇലൂമിനാറ്റി ആണോ എന്നൊരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട്.